ഒരു വക വറ്റ കാണൂല. ഫയലും പോയി, എല്ലാം പോയി. എവിടെ പോണു? എവിടെ പോണു? കൈവിട. എന്ത് വിടൂല? വിടൂല. ആവശ്യമില്ലാത്തോടെ വഴക്കുണ്ടാക്കാൻ നോക്കിയ രണ്ടിനും എന്റെ കയ്യിൽ മേടിക്കോട്ടാ. എവിടെ? എടാ എനിക്ക് സൈറ്റിൽ പോണം, അത്യാവശ്യമാണ്. എനിക്ക് സൈറ്റിൽ പോയി ജോലി ചെയ്താൽ എനിക്ക് ജീവിക്കാൻ പറ്റൂ, എന്റെ കുടുംബം പുറത്താൻ പറ്റൂ. നിന്നെ പോലെ അറബിയിൽ നിന്ന് പൈസ അടിച്ച് മാറ്റി ഇവിടെ ജീവിക്കണല്ല ഞാൻ. ബാലു, വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ച് പറയണം. നിങ്ങൾ ഈ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ ആരെങ്കിലും കേട്ടിട്ട് നാണക്കേട് ഇറക്കാം. അല്ലാണ്ട് തന്നെ നമ്മളെ കുടുംബത്തിൽ ആർക്കും നമ്മൾ നന്നായി കിടക്കണത് കണ്ടുകൂടാ. നാണക്കേട് വരാൻ കിടക്കണേ ഉള്ളൂ. ഗൾഫിൽ നിന്ന് അറബിയിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ അടിച്ച് മാറ്റി വരാം. അവിടെ മൊത്തം അറിഞ്ഞ്, പോലീസൊക്കെ അറിഞ്ഞ്. ഇനി അറബി പോലീസുകാർ ഇവിടെ കയറി ഇറങ്ങും. നോക്കിക്കോ. സൈറ്റിൽ നിന്ന് പൈസ അടിച്ച് സൈറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി വിൽക്കുന്ന ആരാണെന്ന് നാട്ടുകാർക്ക് അറിയാം. നാട്ടുകാർ പറഞ്ഞുകൊണ്ട് നടക്കണുണ്ട്. സൈറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി വിൽക്കുന്നത് ആരാണെന്ന് നാട്ടുകാർക്ക് അറിയാം. നാട്ടുകാർ പറഞ്ഞുകൊണ്ട് നടക്കണുണ്ട്. സൈറ്റിൽ നിന്ന് ഞാൻ സാധനം അടിച്ച് മാറ്റിയോടാ. ഇല്ലാത്ത പറഞ്ഞാണല്ലേ കഴുത്തി പിടിച്ചപ്പോ ഒച്ചങ്ങ് പോയി. മതിയാ ചേച്ചി? അപ്പൊ ജംഗ്ഷനിൽ ഒരു ചെറിയ മുറി അങ്ങനെ വാടക എടുത്ത് അളിയനെ അങ്ങോട്ട് മാറ്റും. ഞാനും ഗൗരി ഇവിടെ നിൽക്കും. അതിന്റെ വാടക ഞങ്ങൾ തന്നാ മതിയല്ല. നീ എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ തന്നെ വേണ്ടി വന്നല്ലടാ. നിനക്ക് എന്നെ ഇവിടുന്ന് പറഞ്ഞ് ഓട്ടിച്ച് വിടണമല്ലടാ. എടാ നീ എന്നെ പടവലത്തേ നിൽക്കാൻ സമ്മതിച്ചിട്ടില്ല മനസമാനമായിട്ട്. അപ്പഴാ കുരിപ്പേ നീ ഓരോന്ന് കാണിച്ചിട്ടാ എന്നെ പടവലത്ത് ഓട്ടിക്കണത്. പടവലത്തിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. നീ പറഞ്ഞില്ലടാ. നീ പല പ്രാവശ്യം പറഞ്ഞോണ്ട് അളി ഇറങ്ങി പോന്നു. മാറിക്ക്. ഈ പറഞ്ഞു വരുന്ന രണ്ടു കൂടെ എങ്ങോട്ടാ കയറി പോണത്? ഒരു തല്ല് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോ വേദന അങ്ങോട്ട് പോകും. അതുപോലെയാണ് വാക്കുകൾ പറയുമ്പോ സൂക്ഷിച്ചു പോയിക്കണം രണ്ടുപേരും. പിന്നെ മനസ്സിൽ പോകൂല അത്. എടാ കള്ളാ, എടാ നീ ഇവിടെ കിടന്ന് കറങ്ങണം എന്തിനാണ് നന്നായിട്ട് അറിയാം. നീ ഇവിടെ കിടന്ന് കറങ്ങുകയും ചെയ്യും, പടവലത്ത് കറക്റ്റാ ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. എടാ അവിടുത്തെ സ്വത്തുക്കളെല്ലാം പതുക്കെ നൈസ് അടിച്ച് മാറ്റി കളഞ്ഞ നമ്മൾ പിന്നെ അങ്ങ് നമ്മളിപ്പോ മൂക്കത്തെ കിടന്നിലാണ്ടാ ജീവിക്കണത്. അളിയായി. എടാ ഞാൻ ഒരു കാര്യം പറയട്ടാ, ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഇങ്ങനെ നരക തുല്യമായിട്ട് ജീവിക്കാൻ കാരണം നീ ഒറ്റത്തനാണ്. നിന്റെ ഉപേക്ഷ, നിന്റെ അശ്രദ്ധ, നിനക്കൊന്നും വേണ്ടല്ലോ. നിനക്ക് ഒരു സ്വത്തും വേണ്ട. നീ കണ്ടിടത്തോടെ അലഞ്ഞു നടന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. നീ കറക്റ്റ് സമയത്ത് ഇവിടെ നിന്നിരുന്നെങ്കിൽ അവർ യഥാവിധി പോലെ ഞങ്ങൾക്കൊക്കെ സ്വത്ത് എഴുതി തന്ന് ഞങ്ങൾ ഇത് നരയിക്കേണ്ട കാര്യം ഉണ്ടാടാ. എടാ നീ ഒറ്റവർത്തനല്ലടാ ഞങ്ങളിങ്ങനെ നരയിക്കുന്നത്. നിന്റെ ചേച്ചി കണ്ണൂരിക്കാൻ ഞാൻ കടന്ന് കണ്ണൂരിക്കാൻ കാരണമാടാ. നീടോ എനിക്ക് അത്ര വിഷമുണ്ട്. എന്തോ ശ്രീത് കരയാണോ? കരയല്ലേ? ഇവിടെ നില്ല ഞാൻ പോരാ. ചേട്ടാ ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? ആ പ്രശ്നം എന്താണെന്ന് അവന് നന്നായിട്ട് അറിയാം. എന്റെ ഗ്രൗണ്ടിൽ കയറി കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അറിയായിരിക്കൂ. പിന്നെ നിങ്ങൾ രണ്ടും ഒരു ഗ്രൗണ്ടിൽ കളിച്ചാ പോരെ? കളിക്കാമായിരുന്നു. പക്ഷെ അവന്റെ കളി കള്ളക്കളിയാണ്. കള്ളാണ്, ചതിയൻ കള്ളം, പെരുകള്ളം, കാട്ടുകള്ളം. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വെച്ച് നീ എന്തിനാ ഈ ഓട്ടത്തിൽ കാണിക്കണേ? നീ നിന്റെ കാര്യം നോക്കി അപ്പുറത്തേക്ക് പോളർക്ക. ബാലു പോയ അപ്പുറത്തേക്ക്. ഈ ഡ്രസ് മതി. ഇങ്ങോട്ട് പോവാൻ? നാടകം എന്ന് പറഞ്ഞ പച്ചായാണ്. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും അങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഞാൻ ഇല്ല. ഗൗരി എന്ത് ചുമ്മാ എന്തെങ്കിലും പറയുമ്പോ ബാഗ് കൊടുത്തോണ്ട് ഇറങ്ങിക്കോളും. ശ്രീ റൂമിൽ കയറി പോയേ. എന്റെ സോ അറിയാലോ എനിക്ക്. ശ്രീ റൂമിൽ കയറി പോവാൻ, എന്നിട്ട് അവിടെ തന്നെ ഇരുന്നാ മതി. പോ ശ്രീ. ആരായിരിക്കും? എവിടെ പോണ്? എനിക്ക് സൈറ്റിൽ പോണെന്ന്. എന്താ പറഞ്ഞേ? സൈറ്റിൽ പോണം. ഇവിടെ ചുമ്മാ കള്ളം പറഞ്ഞാലുണ്ടല്ലോ അകത്തേക്ക് എഞ്ചിനീയർ അന്വേഷിക്കുന്നു. ചുമ്മാ കള്ളം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ആരാണ് പെങ്കോത്തരെന്ന്? പെങ്കോത്താരെന്ന്